നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിരുന്നത് ഈ സിനാപ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ മേജറായിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ പറഞ്ഞിട്ട് രണ്ട് ഏരിയ വരുന്നത്. അതിൽ ഇലക്ട്രിക്കലിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതും കെമിക്കൽസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ് തുടങ്ങി വെച്ചിരുന്നത്. ദെൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. സിനാപ്സസ് ആർ എയ്ഡഡ് ബൈ വേരിയസ് മോളിക്കുലർ കമ്പോണൻസ് like synaptic vesicles containing neurotransmitters such as glycine or glutamate, cytoskeletal elements like actin filaments for vesicle transport. അപ്പോൾ ഏതാണ് നമ്മളെ സിനാപ്സസ് എന്ന് പറയുന്നത് ഒരു വേരിയസ് ആയിട്ടുള്ള മോളിക്കുലർ കമ്പോണൻറ്റോട് അങ്ങനെയാണ് ഈ ഒരു സിനാപ്സ് ഇതാക്കിയിട്ടുള്ളത്, എയ്ഡഡായിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ് സിനാപ്റ്റിക് വെസിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അവിടെ സിനാപ്റ്റിക് വെസിക്കിൾസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഗ്ലൈസിൻ അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ്, ദെൻ സൈറ്റോസ്ക്ലീറ്റൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മളെ ഫിലമെൻസും അതുപോലെ വെസിക്കൽ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ സിനാപ്റ്റിക് വെസിക്കിൾസിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്കിതൊക്കെ ജസ്റ്റ് ഒരു പോയിൻ്റ് വൈസ് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഡീറ്റെയിൽ ആയി ഇൻഡെപ്തായിട്ട് പഠിക്കണം എന്നുള്ളൊരിത് ഈ ഒരു ഫസ്റ്റ് കൊണ്ടുള്ളൊന്നും വരുന്നില്ല. കുറച്ചുകൂടി നമ്മൾ PG ലെവലിലൊക്കെ എത്തിയിട്ട് ന്യൂറോ ഫിസിയോളജി ഒക്കെ പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇതിൻ്റെ എലാബറേറ്റഡ് ഏരിയ ഒക്കെ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണ് സംഭവം അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളൊരു ഭാഗങ്ങൾ മാത്രമാണ് മേജറായിട്ട് നോക്കുന്നുള്ളൂ. സിനാപ്റ്റിക് അഡ്ഹെഷൻ മോളിക്യൂൾസ് ദാറ്റ് സ്റ്റെബിലൈസ് സിനാപ്റ്റിക് സ്ട്രക്ചർ. എന്താണ് ഈ ഒരു സിനാപ്റ്റിക് അഡ്ഹെഷൻ മോളിക്യൂൾസ് ആണ് നമ്മളെ സിനാപ്റ്റിക് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഗ്യാപ്പിൻ്റെ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നത്. Additionally, neurotransmitter signaling is tightly regulated with mechanism for signal termination, including enzymatic degradation, reuptake by presynaptic neuron, and diffusion away from the synapse to reset the system for new activity. എന്താണ് ഇങ്ങനെ മോളിക്യൂൾസിൽ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിഗ്നലിങ്ങും പിന്നെന്താണ് ഈ ഒരു മെക്കാനിസംസ് സിഗ്നൽ ടെർമിനേഷനും മീൻസ് അതിൻ്റെ ആ ഒരു പാസിങ്ങും കാര്യങ്ങളും കറക്റ്റാക്കാനും പിന്നെന്താണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണാണ് അവിടെ മേജറായിട്ട് ഈ ഒരു സിനാപ്സിസിനെ റീസെറ്റ് ചെയ്യുന്നതും പിന്നെ അടുത്തൊരു ഇതിൻ്റെ രണ്ട് ന്യൂറോണിൻ്റെ തമ്മിലുള്ളൊരു ഗ്യാപ്പാണല്ലോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ന്യൂറോണിൽ ഈ ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് നമ്മളെ സിനാപ്റ്റിക് അഡ്ഹെഷൻ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മളെ സിനാപ്റ്റിക് സ്ട്രക്ചർ എന്തൊക്കെ ചെയ്യുന്നു, സിനാപ്റ്റിക് അഡ്ഹെഷൻ മോളിക്യൂൾസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഇൻ സമ്മറി, ദ സിനാപ്സ് നെർവ്സ് ആസ് ദ എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ബിറ്റ്വീൻ ന്യൂറോൺസ് ഓർ ബിറ്റ്വീൻ ന്യൂറോൺസ് ആൻഡ് അതർ സെൽസ്. ഏതാണ് നമ്മളെ ഈ സിനാപ്സ്, നമ്മൾ ഫസ്റ്റേ പറഞ്ഞു സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് ന്യൂറോണിൻ്റെ തമ്മിലുള്ളൊരു ഗ്യാപ്പാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനാപ്സാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പോയിന്റും അതുപോലെ തന്നെ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റും അതുപോലെ തന്നെ ന്യൂറോൺസിൻ്റെ അതർ സെൽസിൻ്റെ ഇടയിലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റും കൺവേർട്ടിങ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇൻ ടു കെമിക്കൽ സിഗ്നൽസ് ആൻഡ് ബാക്ക്. നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കെമിക്കൽ സിഗ്നൽസ് ആക്കിയിട്ടും അതുപോലെ അതിനെ തിരിച്ചും എത്തിപ്പിക്കുക. ആ ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് മേജറായിട്ട്. സിനാപ്സസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസും അതേപോലെ കെമിക്കൽ ഇമ്പൾസസും എന്നുള്ളൊരു കാര്യം ആലോചിച്ചാൽ മതി. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നത്. കണ്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ രണ്ട് ടൈപ്പ് സിനാപ്സുകൾ. ഇലക്ട്രിക്കൽ സിഗ്നൽസ് അവിടെ അയൺസും കാര്യങ്ങളൊക്കെ ഇതാക്കുകയെന്നുണ്ടെങ്കിൽ കെമിക്കൽസ് നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും കാര്യങ്ങളതിനൊക്കെയാണ് അവിടെ മേജറായിട്ട് പ്രയോറിറ്റി വയ്ക്കുന്നത്. ദെൻ വിച്ച് ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ന്യൂറൽ നെറ്റ്വർക്ക് ഫങ്ഷൻ, സെൻസറി പ്രോസസ്സിങ്, ലേണിംഗ് ആൻഡ് മെമ്മറി. ഇത് നമ്മളൊരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമാണ് നമ്മളെ നെറ്റ്വർക്ക് ഫങ്ഷൻ്റെയും സെൻസറി പ്രോസസ്സിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും അതേപോലെ നമ്മളെ മെമ്മറിയുടെയും മേജറായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഫങ്ഷനിങ് ആണെന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ സിനാപ്സും അതിൻ്റെ മേജറായിട്ട് വരുന്നൊരു ഫങ്ഷൻസ് എന്നും പറയുന്നത്. ഓക്കെ, സോ സിനാപ്സ് കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ രണ്ട് ടൈപ്പ് ഏതൊക്കെയെന്ന് നോക്കി. ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്താണ് നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്?